ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് നോളജ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാൾസ് ലാമ്പിൻ്റെ ഡ്രീം ചിൽഡ്രൻ എറവറയാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സിലോട്ടേക്ക് കടക്കാം. ആദ്യം തന്നെ ഇങ്ങനെയൊരു എസ്സേ ചാൾസ് ലാം എഴുതാനുണ്ടായിട്ടുള്ള പശ്ചാത്തലം നമുക്ക് പരിശോധിക്കാം. ചാൾസ് ലാം എലിയ എന്ന തൂലികാ നാമത്തിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ടൈറ്റിലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇതൊരു റെവറിയാണ്. എന്ന് വെച്ചാൽ മലയാളം മീനിങ് ഓഫ് റെവറി ഈസ് ദിവാസ്വപ്നം എന്നുള്ളതാണ്. അതായത് ഇതൊരു ദിവാസ്വപ്നമാണ് എന്ന് വെച്ചാൽ യാഥാർത്ഥ്യമല്ലാത്ത, അതായത് ഒരാളുടെ ആഗ്രഹങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു സ്വപ്നം. ചാൾസ് ലാം ഒരിക്കലും വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. തൻ്റെ സഹോദരി മേരിയെ, അതായത് മേരി ലാമ്പിനെ സംരക്ഷിക്കാനായി അദ്ദേഹം സ്വന്തം ജീവിതം മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. തനിക്ക് ലഭിക്കാതെ പോയ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള സങ്കടമാണ് ഈ ഒരു എസ്സേയുടെ അടിസ്ഥാനം എന്നത് തന്നെ. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ നോക്കാം. ആലീസ് ആൻഡ് ജോൺ ആണ് ആദ്യം തന്നെ സംസാരിക്കേണ്ടത്. എലിയയുടെ സ്വപ്നത്തിലെ മക്കളാണ് ഇവർ. അവർ അദ്ദേഹത്തിൻ്റെ കഥകൾ കേട്ടിരിക്കുന്നതായിട്ട് എസ്സേയിൽ തുടക്കം മുതൽ കാണാൻ സാധിക്കും. രണ്ടാമത്തെ ക്യാരക്ടറാണ് മിസസ് ഫീൽഡ്, എലിയയുടെ മുത്തശ്ശി. അവർ ഒരു വലിയ തറവാട് വീടിൻ്റെ കാര്യസ്ഥയായിരുന്നു. വളരെ നല്ല സ്നേഹസമ്പന്നയായിട്ടുള്ള ഒരാളായിരുന്നു അവർ. മൂന്നാമത്തെ ക്യാരക്ടറാണ് ജോൺ എൽ, എലിയുടെ സഹോദരൻ. അതായത് യഥാർത്ഥ ജീവിതത്തിൽ ജോൺ ലാമ്പിനെ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം സുന്ദരനും ധീരനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം എലിയെ വളരെയധികം വേദനിപ്പിച്ചു. നാലാമത്തെ ക്യാരക്ടറാണ് ആലീസ് ഡബ്ല്യു, എലിയെ പ്രണയിച്ചിരുന്ന സ്ത്രീ. അതായത് യഥാർത്ഥ ജീവിതത്തിൽ ആനി സിമ്മൺസ്. അവർ യഥാർത്ഥ ജീവിതത്തിൽ മറ്റൊരാളെ വിവാഹം കഴിച്ചതായിട്ടും ഒരു അറിവുണ്ട്. തൻ്റെ മക്കളായ ആലീസിനോടും ജോണിനോടും അവരുടെ മുത്തശ്ശിയെക്കുറിച്ചും പഴയ വീടിനെക്കുറിച്ചും എലിയ കഥകൾ പറയുന്ന രീതിയിലാണ് ഈ ഒരു എസ്സേ തുടങ്ങുന്നത്. ഇനി നമുക്ക് സ്റ്റോറി ഓഫ് ദിസ് എസ്സേ നോക്കാം. എലിയ തൻ്റെ മക്കളായ ആലീസിനോടും ജോണിനോടും അവരുടെ മുത്തശ്ശി മിസസ് ഫീൽഡ് താമസിച്ചിരുന്ന നോർഫോക്കിലെ വലിയ വീടിനെക്കുറിച്ച് പറയുകയാണ്. ആ വീട്ടിലെ ഒരു വലിയ ഹാളിൻ്റെ ചുമരിലുണ്ടായിരുന്ന ചിമ്മിനിക്ക് മുകളിൽ ചിൽഡ്രൻ ഇൻ ദ വുഡ്, അതായത് കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളുടെ കഥ എന്ന പ്രശസ്തമായിട്ടുള്ള നാടോടി കഥ മരത്തിൽ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ചിൽഡ്രൻ ഇൻ ദ വുഡിലെ സ്റ്റോറി ഒന്ന് പരിശോധിക്കാം. ഒരു ധനികരായ ദമ്പതികൾക്ക് 2 ചെറിയ കുട്ടികളുണ്ടായിരുന്നു. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. മാതാപിതാക്കൾ മരിക്കാൻ നേരത്ത് തങ്ങളുടെ സ്വത്തുക്കളും കുട്ടികളെ നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റിയും അവരുടെ അമ്മാവനെ, അതായത് അങ്കിളിനെ ഏൽപ്പിച്ചു. കുട്ടികൾ മരിച്ചാൽ അവരുടെ സ്വത്ത് മുഴുവൻ തനിക്ക് ലഭിക്കുമെന്ന് മനസ്സിലാക്കിയ അമ്മാവൻ അവരെ കൊല്ലാൻ തീരുമാനിച്ചു. ഇതിനായി അദ്ദേഹം 2 കൊലയാളികളെ വാടകയ്ക്കെടുത്തു. കൊലയാളികൾ കുട്ടികളെ ഒരു വലിയ കാട്ടിലേക്ക് കൊണ്ടുപോയി. എന്നാൽ കുട്ടികളുടെ നിഷ്കളങ്കത കണ്ടപ്പോൾ ഒരു കൊലയാളിക്ക് അവരെ കൊല്ലാൻ തോന്നിയില്ല. അയാൾ രണ്ടാമത്തെ കൊലയാളിയുമായി വഴക്കിടുകയും അയാളെ കൊല്ലുകയും ചെയ്തു. കൊലയാളി കുട്ടികളെ കാട്ടിൽ ഉപേക്ഷിച്ചു പോയി. പേടിച്ചരണ്ട ആ പാവം കുട്ടികൾ ഭക്ഷണവും വെള്ളവും ഇല്ലാത്ത കാട്ടിലൂടെ അലഞ്ഞു നടന്നു. ഒടുവിൽ തണുപ്പും വിശപ്പും സഹിക്കാനാവാതെ അവർ കെട്ടിപ്പിടിച്ച് കിടന്നു മരിച്ചു. ആരും കാണാതെ കാട്ടിൽ കിടന്ന ആ കുട്ടികളുടെ മൃതദേഹം റോബിൻ റെഡ് ബ്രെസ്റ്റ് എന്ന പക്ഷികൾ വന്ന് ഇലകൾ കൊണ്ട് മൂടി സംസ്കരിച്ചു എന്നാണ് ഈ ഒരു കഥയിൽ പറയുന്നത്. ചിൽഡ്രൻ ഇൻ ദ വുഡിൽ പറയുന്നത് ഇതാണ്. ഈ ഒരു എസ്സേക്കകത്ത് ഇത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ആ പഴയ തറവാട് വീട്ടിലെ ഹാളിൻ്റെ ചുവരിൽ ഈ കഥ മുഴുവൻ മരത്തിൽ മനോഹരമായി കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിയായിരുന്നപ്പോൾ ലാമ്പ് അത് നോക്കി നിൽക്കുമായിരുന്നു എന്ന് കുട്ടികളോട് പറയുന്നുണ്ട്. എന്നാൽ ആ വീട് വാങ്ങിയ പുതിയ പണക്കാരൻ ആ മനോഹരമായ മരപ്പണികൾ പൊളിച്ചു നീക്കി പകരം ആ ആധുനികമായിട്ടുള്ള മാർബിൾ ചിമ്മിണി വെച്ചു എന്ന് കുട്ടികളോട് ഈ ഒരു ചാൾസ് പറയുന്നുണ്ട്. ലാമ്പ് ഇതിനെ വലിയൊരു ക്രൂരതയായിട്ടാണ് കാണുന്നത്. ആ പഴയ കഥയും കലയും നശിപ്പിക്കപ്പെട്ടത് അദ്ദേഹത്തിന് സഹിക്കാനാവുന്നില്ല. ആ കുട്ടികളുടെ കഥ പോലെ തന്നെ ലാമ്പിൻ്റെ ഓർമ്മകളും ആ വീട്ടിൽ നിന്ന് മായ്ക്കപ്പെട്ടു എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് ഇതിലൂടെ. ഈ ഒരു കഥ കേട്ടപ്പോൾ, ചിൽഡ്രൻ ഇൻ ദ വുഡ് എന്നുള്ള കഥ കേട്ടപ്പോൾ ഈ ഒരു കുട്ടികളായിട്ടുള്ള ആലീസും ജോണും സങ്കടപ്പെടുന്നതായി അദ്ദേഹം വിവരിക്കുന്നുണ്ട് ഈ ഒരു എസ്സേയിലെ കൂടെ തന്നെ.
ചാൾസ് ലാംബ് മുത്തശ്ശിയുടെ അതായത് മിസ്സസ് ഫീൽഡിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശി ആ വീടിൻ്റെ ഉടമസ്ഥയായിരുന്നില്ല, മറിച്ച് അവിടുത്തെ കാര്യസ്ഥ അതായത് ഹൗസ് കീപ്പർ ആയിരുന്നു. എങ്കിലും ആ വീട് അവർ സ്വന്തം വീട് പോലെയാണ് നോക്കി നടത്തിയിട്ടുണ്ടായിരുന്നത്. അവർ വലിയൊരു ഭക്തിയായിരുന്നു. ബൈബിളിൻ്റെ വചനങ്ങൾ അവർക്ക് മനപ്പാടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് ക്യാൻസർ ബാധിച്ചിരുന്നു എങ്കിലും അത് അവരുടെ മനസ്സിനെ തളർത്തിയില്ല. അവർ എപ്പോഴും പുഞ്ചിരിയോടെയും അന്തസ്സോടെയും തന്നെയാണ് നടന്നിരുന്നത് എന്നും പറയുന്നുണ്ട്. അവർ മരിച്ചപ്പോൾ ആ നാട്ടിലെ പാവപ്പെട്ടവരും പണക്കാരും ഒരുപോലെ വന്ന് ആദരവ് അർപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് എലിയയുടെ കുട്ടിക്കാലത്തെക്കുറിച്ചിട്ടാണ്. ആ ഒരു വലിയ തോട്ടത്തെ, ദ ഗാർഡൻ, അതിനെക്കുറിച്ചൊക്കെ ആ ഒരു വലിയൊരു ആ വീട്ടിലുള്ള ഗാർഡനെക്കുറിച്ചും അദ്ദേഹം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. കുട്ടിയായിരുന്നപ്പോൾ അവധിക്കാലം ചെലവഴിക്കാൻ എലിയ ഈ വീട്ടിൽ വരുമായിരുന്നു. മറ്റുള്ള കുട്ടികൾ ഗ്രൂപ്പായി കളിക്കുമ്പോൾ എലിയയ്ക്ക് ഒറ്റയ്ക്ക് നടക്കാനാണ് ഇഷ്ടം ഉണ്ടായിരുന്നത് ആ സമയത്തൊക്കെ. ആ വലിയ തോട്ടത്തിൽ അദ്ദേഹം മണിക്കൂറുകളോളം നടക്കുമായിരുന്നു. തോട്ടത്തിൽ ഓറഞ്ചും പീച്ചും നിറയെ ഉണ്ടായിരുന്നു. പക്ഷെ അവ പറിച്ചു തിന്നുന്നതിനേക്കാൾ അദ്ദേഹം ഇഷ്ടപ്പെട്ടത് അവയുടെ മണം ആസ്വദിക്കാനും ആ മരങ്ങൾക്കിടയിലൂടെ നടക്കാനുമായിരുന്നു. തോട്ടത്തിലെ പുല്ലിൽ കിടന്ന് ആകാശത്തെ മേഘങ്ങളെ നോക്കി സ്വപ്നം കാണുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിനോദം. മീനുകൾ നീന്തി തുടിക്കുന്ന കുളത്തിനരികിൽ അദ്ദേഹം ഇരിക്കുമായിരുന്നു. തോട്ടത്തിലെ പഴയ പ്രതിമകൾക്ക്, അതായത് സ്റ്റാച്യൂസിന് ജീവനുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു ആ കാലത്ത്. ആ വലിയ വീടിൻ്റെ വിജനമായ മുറിയിലൂടെ നടക്കുമ്പോൾ താൻ ഒരു രാജാവാണെന്ന് അദ്ദേഹം സങ്കല്പിക്കുമായിരുന്നു എന്നും പറയുന്നുണ്ട്. പിന്നീട് ജോൺ എൽ എന്ന തൻ്റെ ജ്യേഷ്ഠനെക്കുറിച്ചും കുട്ടികളോട് സംസാരിക്കുന്നുണ്ട്. തൻ്റെ ജ്യേഷ്ഠനെക്കുറിച്ച് പറയുമ്പോൾ എലിയുടെ സ്വരം മാറുകയാണ്. ജോൺ വളരെ മിടുക്കനായിരുന്നു. മുത്തശ്ശിക്ക് ജോണിനെ വലിയ ഇഷ്ടവുമായിരുന്നു. ജോൺ ഒരു കുതിരയെപ്പോലെ ആ വീടിന് ചുറ്റും ഓടി നടക്കുമായിരുന്നു. എലിക്ക് കാലിന് അസുഖമുണ്ടായിരുന്നപ്പോൾ, അതായത് ചാൾസ് ലാംബിന് അസുഖമുണ്ടായിരുന്നപ്പോൾ ജോൺ അദ്ദേഹത്തെ തോളിലേറ്റി നടക്കുമായിരുന്നു. പക്ഷെ പിന്നീട് ജോണിന് അസുഖം വന്നപ്പോൾ തനിക്ക് അദ്ദേഹത്തെ വേണ്ടതുപോലെ നോക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദന എലിയ പങ്കുവയ്ക്കുകയാണ് കുട്ടികളെടുത്ത്. ജോണിൻ്റെ മരണം എലിയെ ആകെ തളർത്തിക്കളഞ്ഞു എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ കഥകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ പെട്ടെന്ന് നിശബ്ദരാകുകയാണ്. അവരുടെ രൂപം മാറാനായിട്ട് തുടങ്ങിയാണ്. ആലീസ് അവളുടെ അമ്മയെപ്പോലെയായി. അവർ മെല്ലെ അപ്രത്യക്ഷിതരായിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ വെറും ആത്മാക്കളാണ്, ഞങ്ങൾ ഒരിക്കലും ജനിച്ചിട്ടില്ല. ആ സമയത്താണ് യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നത്. പെട്ടെന്ന് ലാംബ് കണ്ണു തുറന്നപ്പോൾ അദ്ദേഹം തൻ്റെ കസേരയിൽ ഇരിക്കുകയാണ്. തനിക്ക് ചുറ്റും മക്കളില്ല, പകരം തൻ്റെ വിശ്വസ്തയായ സഹോദരി ബ്രിഡ്ജറ്റ്, യഥാർത്ഥത്തിലുള്ള പേരെന്ന് പറഞ്ഞാൽ മാരി ലാംബാണ്, അവർ മാത്രമാണ് അരികിൽ ആ സമയത്തുള്ളത്. വളരെ ലളിതവും എന്നാൽ ഹൃദയസ്പർശിയുമായിട്ടുള്ള ഭാഷയാണ് ഇവിടെ റൈറ്റർ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരൊറ്റ പാരഗ്രാഫായിട്ട്, അതായത് സിംഗിൾ പാരഗ്രാഫായിട്ടാണ് ഈ ഒരു എസ്സേ എഴുതിയിരിക്കുന്നത്. ഇതൊരു സ്വപ്നത്തിൻ്റെ തുടർച്ചയായി സൂചിപ്പിക്കാനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഉപന്യാസത്തിലെ കുട്ടികൾ എലിയുടെ, അതായത് നമ്മുടെ ചാൾസിൻ്റെ അപൂർണമായ ആഗ്രഹങ്ങളുടെ പ്രതീകങ്ങളായിട്ടാണ് കാണിക്കുന്നത്. മെയിൻ തീംസിലോട്ടേക്ക് കിടക്കാം. ലോസ് ആൻഡ് റിഗ്രറ്റ്, നഷ്ടബോധം. തനിക്ക് ലഭിക്കാതെ പോയ പ്രണയവും മരിച്ചുപോയ ബന്ധുക്കളും നൽകുന്ന വേദനയാണ് ഇതിലെ പ്രധാന വിഷയം എന്നുള്ളത്. രണ്ടാമത്തത് നൊസ്റ്റാൾജിയാണ്, ഓർമ്മകൾ. കുട്ടിക്കാലത്തെക്കുറിച്ചും പഴയ വീടിനെക്കുറിച്ചുമൊക്കെയുള്ള മനോഹരമായ ഓർമ്മകൾ. പിന്നെ റിയാലിറ്റി വേഴ്സസ് ഇമാജിനേഷൻ, യാഥാർത്ഥ്യവും ഭാവനയും. ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യൻ ഭാവനയെ കൂട്ടുപിടിക്കുന്നത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഡ്രീം ചിൽഡ്രനിലോ എന്തെങ്കിലും ഡൗട്ടോ കാര്യമുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.